മുംബൈ നഗരത്തിലെ ഏറ്റവും പണക്കാരന്റെ മകനായിരുന്നു രോഹൻ. വലിയൊരു ബംഗ്ലാവ് പോലത്തെ വീട്, കാറ്, പൂന്തോട്ടം, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട്. അവൻ നഗരത്തിലാണ് കൂടുതലും. അവൻ ഗ്രാമത്തിലൊന്നും അങ്ങനെ പോകാറില്ല. ഗ്രാമമെന്ന് കേൾക്കുമ്പോൾ തന്നെ അവൻ അത്ര വലിയ അറ്റാച്ച്മെന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ താല്പര്യവുമില്ലായിരുന്നു. പക്ഷെ ദൈവം എന്ന് പറയുന്ന ആള് അവിടെ എന്തൊക്കെയോ എഴുതി കുറിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതുപോലെ അവന്റെ ജീവിതത്തിലും സംഭവിച്ചു. ഒരു നാൾ അവന്റെ അച്ഛനും അമ്മയും അവന് വേണ്ടി പെണ്ണാലോചിക്കുകയായിരുന്നു. അവന്റെ ജാതകപ്രകാരം നഗരത്തിലെ ഒരു പെൺകുട്ടിയുമായിട്ട് ചേരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഗ്രാമത്തിലെ ഒരു സുരഭി എന്ന പെൺകുട്ടിയുമായി കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ് കുറച്ചു നാൾക്ക് ശേഷം സുരഭി ഭർത്താവിനോട് പറഞ്ഞു, അതേനേ, എന്റെ കൂടെ ഇപ്രാവശ്യം നാട്ടിലേക്ക് വാന്നേ, അച്ഛനും അമ്മയും വിളിക്കുന്നുണ്ട് നമ്മളെ. സുരഭി, നിനക്കറിയാലോ, എനിക്ക് മണ്ണും പൊടിയും കൊതുകുള്ള നാട്ടിൽ പോകാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല. 3 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. ഞങ്ങളുടെ കൃഷിത്തോട്ടം ഒന്ന് കാണാലോ. എപ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ലേ അങ്ങോട്ട് പോണേ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വരണ്ടേ, മരുമോനെ കാണണ്ടേ അവർക്ക്. കൃഷിത്തോട്ടോ? അയ്യേ, എനിക്ക് എന്റെ മണം വരുമ്പോ എന്തോ പോലെയാകും. രോഹൻ, പ്ലീസ് എന്റെ കൂടെ ഒന്ന് വാ, ഇപ്രാവശ്യമെങ്കിലും എന്റെ കൂടെ വാ. സുരഭി നിർബന്ധിച്ചതുകൊണ്ട് രോഹൻ സമ്മതിച്ചു. അടുത്ത ദിവസം തന്നെ അവര് ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ഗ്രാമത്തിലേക്കുള്ള വഴികളിൽ കാർ ഓടിച്ചു വന്നു. വണ്ടി വന്ന സന്തോഷത്തിൽ ഗ്രാമത്തിലെ പിള്ളേരും അതിന്റെ പുറകെ ഓടാൻ തുടങ്ങി. പണക്കാരനായ മരുമോൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നതാണ്. അമ്മായിയമ്മ ആരതിയൊക്കെ ഒഴിഞ്ഞ് മകനെ സ്വീകരിച്ചു. രോഹൻ മോനെ, ഞങ്ങളുടെ ഈ കൃഷിഭൂമിയുടെ നടുക്കുള്ള വീട്ടിലേക്ക് സ്വാഗതം. ആ മോനെ, അകത്തേക്ക് വാ. അങ്ങനെ നഗരത്തിൽ താമസിക്കുന്ന രോഹന് ഇതൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. കൃഷിത്തോട്ടത്തിന്റെ നടുക്കായിരുന്നു വീട്. രോഹൻ ഇരിക്കാൻ തയ്യാറായിരുന്നു കട്ടില്. ഞങ്ങളുടെ ഗ്രാമമൊക്കെ എങ്ങനെയുണ്ട്? അത് പിന്നെ അച്ഛാ, കുഴപ്പമില്ല, പക്ഷെ മണം സഹിക്കാൻ വയ്യ. മോനെ, ഈ ഗ്രാമത്തിലെ മണം എല്ലാവർക്കും ജീവനാണ്. ഇതാണ് ഞങ്ങളുടെ വായു. അമ്മ, രോഹൻ ചേട്ടന് ഇതൊന്നും ശീലമില്ലല്ലോ, അതുകൊണ്ടാണേ. അമ്മായിയമ്മ രാത്രിയായപ്പോ ചൂട് ചപ്പാത്തിയും പാലക്കറിയും അതിന്റെ കൂടെ കുടിക്കാൻ ലസ്സിയും കൊണ്ടുവെക്കും. മോനെ, നമ്മുടെ തോട്ടത്തിലെ പാലക്ക് വെച്ച ഇതുണ്ടാക്കിയേക്കണ കഴിക്ക്. രോഹൻ ഒരു വാ കഴിച്ചതും അവന്റെ മുഖത്തൊരു മാറ്റം. ആഹാ, കൊള്ളാലോ. ഇത്രയും രുചിയുള്ള പാലക്കറി 5 സ്റ്റാർ റെസ്റ്റോറന്റിൽ പോലും കിട്ടത്തില്ല. അമ്മായിയമ്മ മരുമകനും മകൾക്കും വേണ്ടി കിടക്കാനായി പായും തലേണയൊക്കെ വിരിച്ചു കൊടുത്തു. കൃഷിത്തോട്ടത്തിന്റെ നടുക്കായിരുന്നു വീട്. അതുകൊണ്ട് കൊതുകിന്റെ ശല്യം കൂടുതലായിരുന്നു. ഓ, ഈ കൊതുകിനെ കൊണ്ട് രക്ഷയില്ല. രാത്രി എന്റെ ചെവി വന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. സുരഭി, സുരഭി, എന്തു പറ്റി? നീ കണ്ടില്ലേ, ഇവിടെ മുഴുവൻ കൊതുകാണ്. നീ ആ സ്പ്രേ ഒന്ന് എടുത്തടിച്ചേ. ഗ്രാമത്തിൽ അതൊന്നും ഇല്ലല്ലോ. ഇവിടെ കൊതുകിന്റെ ശല്യം മാറ്റാൻ ഉണക്ക ചാണകം കത്തിക്കും. സുരഭി അത് കത്തിച്ച് അങ്ങനെ രോഹൻ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ 5 മണിയായപ്പോൾ അമ്മായിയച്ഛൻ, മനുമോനെ, വാ, എഴുന്നേറ്റ്, നമുക്ക് പുതിയ കൃഷിയിടം കാണാൻ പോകാം. ഇത്ര രാവിലെ എഴുന്നേറ്റോ? നഗരത്തിലാണെങ്കിൽ ആരും എഴുന്നേക്കത്ത് പോലുമില്ല ഈ സമയത്ത്. ഇവിടെ രാവിലെ സൂര്യൻ ഉദിക്കുമ്പോ തന്നെ എല്ലാവരുടെ ജോലി തുടങ്ങും. ബാ, അച്ഛന്റെ കൂടെ നമുക്ക് അങ്ങോട്ടേക്ക് കറങ്ങാൻ പോവാം. അങ്ങനെ അമ്മായിയച്ഛനും അമ്മായിയമ്മയുടെയും ഭാര്യയുടെയും കൂടെ രോഹൻ കറങ്ങാനായിട്ട് ഇറങ്ങും. കാളവണ്ടിയിലായതുകൊണ്ട് തന്നെ അവനിതൊരു പുതിയ അനുഭവമായിരുന്നു. ദാ നോക്ക് സുരഭി, ഇതെന്താ ഇവരാരും ചെരുപ്പിടാതെ നടക്കുന്നത്? ചെരുപ്പുണ്ടെങ്കിലും അവർക്ക് ഇതുപോലെ നടക്കുന്നതൊക്കെയാന്ന് ഇഷ്ടം. ഈ ഭൂമിയിലെ മണ്ണിനോട് അവർക്ക് സ്നേഹമാ. കൃഷിഭൂമിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മദൻ പറഞ്ഞു, മോനെ നോക്ക്, ഇതാണ് നമ്മുടെ വിശാലമായ കൃഷിഭൂമി. രോഹന് വെയിലത്ത് നിന്ന് ആകെപ്പാടെ വയ്യാണ്ടായി. ശരി ശരി, പെട്ടെന്ന് കാണിക്കേ, വെയില് കൂടുന്നു. അവൻ ധൃതിയിൽ നടന്നു പോകുമ്പോ ചെളിമണ്ണിൽ കാല് തെന്നി താഴത്തോട്ട് വീഴും. അയ്യോ മോനെ, ശ്രദ്ധിക്കണേ. മൊയ്യോ, മോന്റെ ഷട്ടിലൊക്കെ ചെളിയായല്ലോടാ. അയ്യോ, എന്റെ വില കൂടിയ ഡ്രസ്സിൽ മുഴുവൻ ചെളിയായി. കണ്ട, എന്റെ വുഡ്ലാൻഡ് ഷൂ ആണെങ്കിലോ മൊത്തം ചെളിയായി. മോനെ, ഒരല്പം ചെളി ദേഹത്ത് പറ്റിയെന്ന് എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? ഇതെല്ലാം പ്രകൃതിയുടെ അനുഗ്രഹമാണ്. ഞങ്ങൾക്കിതില്ലാതെ ഒന്നുമില്ല. എന്ത് അനുഗ്രഹം തന്നെയാണെങ്കിലും ഇനി മേലെ ഞാൻ കൃഷിഭൂമിയിൽ വരില്ല. ഇതൊക്കെ കഴിഞ്ഞ് രോഹനും കുടുംബവും തിരിച്ചു വരണ വഴി കാളവണ്ടിയുടെ ചക്രങ്ങൾ മണ്ണിൽ താന്നുപോയി. ഓ, ഇനി എന്ത് ചെയ്യും? അത് പിന്നെ തള്ളേണ്ടി വരും മോനെ. ഒരു കൈ സഹായിക്കാൻ പറ്റുമോ? എന്ത് ഉന്താണോ? ഞാൻ വലിയൊരു ബിസിനസ്മാൻ ആണ്. അതെ, ബിസിനസ്മാനൊക്കെ അങ്ങ് നഗരത്തിലാണ്. ഇപ്പൊ നിങ്ങക്ക് വീട്ടിൽ പോണെങ്കിൽ ഇത് ഉന്തിയാലേ പറ്റൂ. ഒന്നും മിണ്ടാതെ രോഹൻ കാളവണ്ടി ഉന്താൻ തുടങ്ങി. അപ്പോഴേക്കും വീണ്ടും ചെളിയിൽ വീണ് ഡ്രസ്സ് മുഴുവൻ അഴുക്കായി. ഗ്രാമത്തിലെ കുറച്ച് ആൾക്കാർ ഇത് കണ്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നോക്കടാ നോക്ക്, നഗരത്തിൽ നിന്ന് വന്നിട്ട് ബിസിനസ്മാൻ ചെളിയിൽ തലകുത്തി വീണു. ഇപ്പൊ അവൻ മനസ്സിലാക്കട്ടെ മണ്ണിന്റെ ശക്തി എന്താണെന്ന്. മിണ്ടാതിരിക്കുന്നത് തമാശയൊന്നുമല്ല. ശരി, ദേഷ്യപ്പെടാതെ ബാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ, സുരഭി, ബാത്റൂം എവിടെയാ? ഇവിടെ ബാത്റൂമില്ല രോഹൻ. ഇവിടെ എല്ലാരും കുളിക്കുന്നത് പുറത്താണ്. അവിടെ പോയി കുളിച്ചാ മതി. രോഹൻ കൃഷിത്തോട്ടത്തിൽ പോയി കുളിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. എനിക്ക് ദാഹിക്കുന്നു, കൂൾ ഡ്രിങ്ക്സ് എടുത്തിട്ട് വാ.
ഈ ഗ്രാമത്തില് കൂൾ ഡ്രിങ്ക്സ് ഇല്ല. എന്തിവിടെ കൂൾ ഡ്രിങ്ക്സ് ഒന്നും ഇല്ലേ? മോനെ, ഇവിടെ ദാ കരിമ്പൻ ജ്യൂസ് ഉണ്ട്, അതാണ് നല്ലത്. ഇതൊന്ന് കുടിച്ചു നോക്ക് മോൻ. ഇവിടെ അടുത്തുള്ള പയ്യന്റെ കരിമ്പൻ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. രോഹൻ ഇഷ്ടമില്ലാതെയും അത് കുടിക്കും, പക്ഷെ അവനത് ഒരുപാട് ഇഷ്ടമായി. ഇതിന് നല്ല സ്വാദാണല്ലോ. അമ്മായിയമ്മ അവന് നല്ല ചൂട് ചപ്പാത്തിയും ദാൽ കറിയും ഉണ്ടാക്കി കൊടുക്കും. അവന് അതും നന്നായി ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം ആയപ്പോ അവന് വയറിന് നല്ല വേദന തുടങ്ങി. അതെ, എന്തു പറ്റി? വയറ് വേദനിക്കുന്നു. ഞാനിപ്പോ തന്നെ ഔഷധം കൊണ്ടുതരാ, അത് കുടിച്ചാ മതി മോനെ. എനിക്ക് ഡോക്ടറിനെ കണ്ടാൽ മതി, നാട്ടുവൈദ്യമൊന്നും വേണ്ട. ഇവിടെ ഡോക്ടറൊന്നുമില്ല, മരുന്ന് കുടിച്ചാ മതി. എനിക്ക് പണ്ട് വയറുവേദന എടുക്കുമ്പോ എന്റെ അമ്മ ഇത് കൊണ്ടുതരും, എന്റെ വയറുവേദന മാറും. അങ്ങനെ അമ്മായിയമ്മ കഷായം കൊണ്ടുകൊടുക്കും. വളരെ ബുദ്ധിമുട്ടിയാണ് അവൻ കുടിച്ചത്. കുറച്ചുനേരം കഴിയുമ്പോൾ ശരിക്കും അവന്റെ വേദന മാറും. ശരിക്കും എന്റെ വയറുവേദന പോയി. ഗ്രാമത്തിലെ മരുന്ന് പണക്കാരന്റെ വേദന മാറ്റിയില്ലേ? രോഹനും അത് കേട്ട് ചിരി വന്നു. രാത്രി എല്ലാരും ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ സന്തോഷത്തോടെയാണ് രോഹൻ എണീച്ചത്. നേരെ അവൻ കൃഷിത്തോട്ടത്തിൽ പോയപ്പോൾ അവിടെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നത് കണ്ടു. അതിന്റെ കൂട്ടത്തിൽ ഒരു വയസ്സായ അമ്മയും ജോലി ചെയ്യുന്നു. ഇതെന്താണ് ഇത്രയും പ്രായമായിട്ടും ജോലി ചെയ്യുന്നോ? മോനെ, വയറ്റിപ്പിഴപ്പിന് വേണ്ടി ജോലി ചെയ്തേ പറ്റൂ. ഇത് കേട്ടപ്പോ രോഹന് സങ്കടം തോന്നി. അവനും ആ വൃദ്ധയെ സഹായിക്കാൻ പോയി. അവനും പോയി ജോലി ചെയ്യാൻ തുടങ്ങി. തുടക്കത്തിൽ അവന് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ അവനെല്ലാം പഠിച്ചു. അമ്മായിയച്ഛന്റെ കൃഷിഭൂമിയിൽ പോയിട്ട് അവൻ ഒരുപാട് ജോലി ചെയ്തു. അച്ഛൻ ഇനി വിശ്രമിക്ക്, ഞാൻ ഈ കൃഷിഭൂമിയെല്ലാം നോക്കി നടത്താം. വയസ്സായ അമ്മായിയച്ഛനെ വിശ്രമിക്കാനിരുത്തിയിട്ട് അവൻ തന്നെ കൃഷിഭൂമിയിൽ ഇറങ്ങി ജോലി ചെയ്യാൻ തുടങ്ങി. മരുമകൻ ജോലി ചെയ്യുന്നത് കണ്ട് അമ്മായിയച്ഛന് ഒരുപാട് സന്തോഷമായി. അതെ മോനെ, ഇപ്പോഴാണ് നീ ശരിക്കും ഞങ്ങളുടെ മകനായി മാറിയത്. ഞങ്ങളുടെ മകൾക്ക് നിന്നെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അച്ഛാ, എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഓഫീസിലല്ല യഥാർത്ഥ ജോലി, ഇവിടെയാണെന്ന്. പിന്നെ സുരഭി, നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ കേട്ടോ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഗ്രാമത്തിൽ വന്നാൽ ഒരുപാട് സന്തോഷം കിട്ടുമെന്ന്. അതെ സുരഭി, ശരിക്കുള്ള സുഗന്ധം എന്റെ കാറിലോ ഡ്രസ്സിലോ അല്ല, ഈ മണ്ണിലാണ്. കുറച്ചു ദിവസം കഴിഞ്ഞ് നഗരത്തിൽ ചെന്ന് രോഹൻ ഒരു കൃഷിഭൂമിയുടെ പ്രൊജക്ട് തുടങ്ങി. ധാന്യങ്ങൾ ഒട്ടും തന്നെ വില കുറയാതെ തന്നെ കൃഷിക്കാർക്ക് നല്ല ലാഭം കിട്ടുന്ന രീതിക്ക്. പണക്കാരനായ മരുമോൻ കൃഷിയിലിറങ്ങി. ചെളിയിൽ വീണ് അവന്റെ അഹങ്കാരം തീരുകയും ചെയ്തു. അവന് മനുഷ്യത്വം കൂടുകയും ചെയ്തു. മോഡേൺ ചിന്തകളുള്ള സോണിയ രൺബീറിനെ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരും. കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസം സോണിയ വൈകി എണീറ്റ് ഒരുങ്ങി ഡൈനിങ് ടേബിളിൽ വന്നെത്തും. അവിടെ അവളുടെ അമ്മായിയമ്മ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി വിളമ്പി വച്ചേക്കുകയായിരുന്നു. സോണിയ മോളെ, നീ എണീറ്റോ? വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ഇന്ന് അവളുടെ ആദ്യത്തെ ദിവസമല്ലേ? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസമല്ലേ? നമ്മുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. അതുകൊണ്ട് ഞാനും മൂത്ത മരുമകളും ചേർന്ന് ഒരുപാട് വിഭവങ്ങൾ നിനക്ക് വേണ്ടി ഉണ്ടാക്കി. അതൊക്കെ ശരിയാണ് അമ്മ, പക്ഷേ ഇതൊക്കെ എന്താണ്? പൂരി, മട്ടർ പനീർ, പായസം, വട, ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ ആരാ കഴിക്കുന്നേ? മോളെ, ഞാൻ കരുതിയത് അമ്മയില്ലാത്ത കുട്ടിയല്ലേ, അപ്പോ ഇതുപോലത്തെ ഭക്ഷണമൊക്കെ മിസ് ചെയ്യൂലേ? ഒരിക്കലുമില്ല. ഇതുപോലത്തെ ഭക്ഷണമൊക്കെ ആരാ മിസ് ചെയ്യുന്നത്? സോണിയ മോഡേൺ ചിന്തകളുള്ള കുട്ടിയായിരുന്നോണ്ട് തന്നെ അവൾക്ക് മോഡേൺ ഭക്ഷണമാണ് ഇഷ്ടം. ചുട്ട ചപ്പാത്തിയൊക്കെ കഴിക്കുന്നത് പഴയ കാലത്തെ ഭക്ഷണമാണെന്നാണ്. കല്യാണം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ്, അമ്മ ഭക്ഷണമൊക്കെ റെഡിയായി, വരൂ. ഇതെന്താ മോളെ? പാസ്ത, അല്ലാണ്ട് എന്താ ഇത്? മോളെ, ഞാൻ ഇങ്ങനത്തെ ആഹാരം ഒന്നും കഴിക്കില്ലല്ലോ. എനിക്ക് നാടൻ ഭക്ഷണമാണ് ഇഷ്ടം. അമ്മ, അന്ന് അമ്മ പറഞ്ഞിട്ട് ഞാൻ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ? അപ്പൊ ഇതമ്മ കഴിച്ചേ പറ്റൂ. മരുമോള് പറഞ്ഞത് കേൾക്കാതിരിക്കാനും വയ്യ. ഇഷ്ടമില്ലാതെ ആ ഭക്ഷണവും അവള് കഴിച്ചു. സമയങ്ങൾ നീണ്ടുപോയി. സോണിയ അമ്മയാവാൻ പോകുന്നു. സോണിയെ അമ്മായിയമ്മയും ചേട്ടത്തിയും കൂടെ നന്നായി നോക്കാൻ തുടങ്ങി. സോണിയ, ഇന്ന ജ്യൂസ് കുടിക്കേ, ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ഇത് കുടിക്ക്, ചൂടല്ലേ ഇപ്പോ? അയ്യോ ചേട്ടത്തി, ഞാൻ ചൂട് കാരണം ഓൾറെഡി 2 ഗ്ലാസ് കൂൾ ഡ്രിങ്ക്സ് കുടിച്ചു കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് കുഴപ്പമില്ല. സോണിയ, നിനക്കറിയാലോ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ശരീരത്തിന് നല്ലതല്ല എന്ന്. ഓഹ്, അമ്മ പറയുന്ന പോലെ വന്നിട്ട് എന്റെ അടുത്ത് ഓരോന്ന് പറയാൻ തുടങ്ങല്ലേ. അങ്ങനെ 9 മാസം നീണ്ടുപോയി. അങ്ങനെ അവൾ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകും, ഒരു മോനും ഒരു മോളും. മോളെ, ഞാൻ നിനക്ക് പാല് കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്നാ ഇത് കുടിക്ക്. അയ്യോ, ഈ പാല് നെയ്യുണ്ട്, എനിക്കിതൊന്നും വേണ്ട. രൺവീർ എനിക്ക് വേണ്ടി റെഡിമെയ്ഡ് ജ്യൂസ് ഓർഡർ ചെയ്യോ? എനിക്കത് കുടിച്ചാ മതി. മോളെ, കുപ്പില് വന്ന ജ്യൂസ് ഒന്നും കൊള്ളൂല ശരീരത്തിന്. ഇതങ്ങ് കുടിക്ക്. പിന്നെ ഈ ലഡ്ഡുവും കഴിക്കുക, ആരോഗ്യത്തിന് നല്ലതാ. കാൽഷ്യത്തിന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ തടി വെക്കൂ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാ.
ഇതിൽ ഒരുപാട് കാലോറീസ് ഒക്കെ ഉണ്ട്. എന്റെ ബോഡിയുടെ ഷേപ്പ് ഓൾറെഡി പോയി കിടക്കുക. ഓൾറെഡി എന്നെ ആവശ്യമില്ലാതൊക്കെ തീറ്റിച്ച് ഞാൻ ഒരുമാതിരി ആയിരിക്കുക. അമ്മ ഇതെല്ലാം വീട്, എനിക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിത്താ. ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്കതൊന്നും കഴിക്കാനും പറ്റിയില്ല. മോളെ, ഈ സാധനങ്ങളൊക്കെ കഴിച്ച് എന്തിനാ ശരീരം ഇങ്ങനെ കളയുന്നത്? അമ്മ വിചാരിക്കുന്ന പോലെ ഒരു കുഴപ്പവുമില്ല. ചേട്ടത്തിയോട് പറഞ്ഞ് എനിക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിത്താ പ്ലീസ്. ആ ശരി, എന്നാ ഒരു ലഡ്ഡു എങ്കിലും കഴിക്കണേ. അങ്ങനെ അടുത്ത ദിവസം, എന്നാ മോളെ കിച്ചടി കഴിക്ക്. അമ്മ, ഈ പഴയ കാലത്തെ ആഹാരമൊന്നും എനിക്ക് കഴിക്കണ്ട. ലഡുവിനെ പോലെ അല്ല, രൺവീറിനെ കൊണ്ട് ഒളിച്ചും പാത്തും വാങ്ങിച്ച ചോലെ ഭട്ടൂരെ വെച്ചാ ഞാൻ ഇതുണ്ടാക്കിയത്. ഇതെല്ലാം കണ്ട് മരുമക്കളുടെ അടുക്കള രണ്ടാക്കി അമ്മായിയമ്മ. മോഡേൺ ആയിട്ടുള്ള മരുമകൾക്ക് മോളിൽ മോഡേൺ ആയിട്ടുള്ള ഒരു കിച്ചൺ റെഡിയാക്കി. അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി. മക്കൾക്ക് 7 വയസ്സായി. രണ്ടുപേര് സ്കൂളിലൊക്കെ പോകും. ഒരു ദിവസം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാക്രോണിയാണ് ഞാനിന്നുണ്ടാക്കിയത്. ഹായ്, എനിക്ക് മാക്രോണി ഭയങ്കര ഇഷ്ടാ. എന്റെ ടിഫിൻ ബോക്സിൽ നിറച്ച് മാക്രോണി വെക്കണേ. അമ്മ, എനിക്കും കൂടെ. ഉറപ്പായിട്ടും മക്കളെ, നിങ്ങൾ രണ്ടുപേരും ടിഫിൻ ബോക്സിൽ ഞാൻ നിറച്ച് മാക്രോണി വെച്ചിട്ടുണ്ടേ. സോണിയെ പോലെ തന്നെ അവളുടെ 2 മക്കളെയും ഇതുപോലത്തെ ആഹാരമൊക്കെ കഴിപ്പിച്ച് ശീലിപ്പിച്ചു. അവളുടെ അടുക്കളയിൽ എപ്പോഴും ഇതുപോലത്തെ ആഹാരമായിരുന്നു. ഒരു ദിവസം, അമ്മ, ഡിന്നറിന് എന്താ കഴിക്കാൻ? മോളെ, എനിക്കിന്ന് നടുവേനയാ, ആഹാരം ഉണ്ടാക്കാനൊന്നും വയ്യ. നീ അച്ഛനെ ഫോൺ ചെയ്തിട്ട് അടുത്ത ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിപ്പിക്ക്. എന്നാ പിന്നെ നൂഡിൽസ് വാങ്ങിപ്പിക്കാം. റൂഹി രൺവീറിന് കോൾ ചെയ്യും. ആഹാരമൊക്കെ മേടിച്ചോണ്ട് വരാനായിട്ട് പറയും. കുറച്ചേരം കഴിയുമ്പോൾ അവരുടെ വീട്ടിൽ പാഴ്സൽ വരും. വാതിൽ താഴെയായതുകൊണ്ട് അമ്മായിയമ്മ തുറക്കും. മുകളിൽ താമസിക്കുന്ന മാഡം ഓർഡർ ചെയ്തതാണ്. ഇത് പറഞ്ഞ് കൊറിയർ ബോയ് അവിടെ നിന്ന് പോകും. സോണി എപ്പോഴും സോണിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ വീട്ടിൽ മാഗി, ന്യൂഡിൽസ്, ബർഗർ, സാൻഡ്വിച്ച്, പിസ്സ അതുപോലത്തെ ആഹാരമായിരുന്നു. ഇനി ചൂടുകാലത്ത് പിള്ളേർക്ക് മാംഗോ ഷേക്ക് വേണമെന്ന് പറയുമ്പോ, മാംഗോ ഷേക്ക്, മാങ്ങയൊക്കെ എടുത്ത് ഇനി എല്ലാം ഷേക്ക് അടിക്കേണ്ടത് പാടാ. ഇന്നാ ഫ്രൂട്ടി ഉണ്ട്, ഇത് കുടിച്ചോട്ടോ. അപ്പോഴത്തേക്കും ചേട്ടത്തി അവിടെ വരും. മക്കളെ, ഇത് മാങ്ങയുടെ ജ്യൂസാ, കുടിച്ചു നോക്ക്. നാട്ടിലെ ചിറ്റമ്മ കൊണ്ടുവന്നതാ. പണ്ടത്തെ കാലത്തൊക്കെ ചൂട് വരുമ്പോ ഇതാ കുടിച്ചോണ്ടിരുന്നത്. ഇത് ഹെൽത്തിയാണ്. ചിറ്റ വന്നിട്ടുണ്ടോ? അത് ശരി ചേട്ടത്തി. ഇതുപോലത്തെ സാധനങ്ങളൊന്നും എന്റെ പിള്ളേരെ കുടിപ്പിക്കാൻ നോക്കല്ലേ. പിള്ളേരെ, കൂൾ ഡ്രിങ്ക്സ് കുടിക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വന്ന ചിറ്റ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. 2 ദിവസം നിന്നപ്പോ തന്നെ എല്ലാ കാര്യം പിടികിട്ടി. ഒരു ദിവസം സോണിയുടെ അമ്മായിയമ്മയും ചേട്ടത്തിയും എന്തോ കാര്യത്തിനായി ഹരിദ്വാര് പോയേക്കുമായിരുന്നു. പെട്ടെന്ന് രൂഹിക്കും യശനും ഒട്ടും വയ്യാണ്ടാകും. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അവരോട് പറയും, യഷിന്റെ ലിവറിന് ഇൻഫെക്ഷനായി. നിങ്ങൾ പതിവായി ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാവുന്നത്. മൈദ കൊണ്ടുണ്ടാക്കുന്ന നൂഡിൽസ്, പാസ്ത, മോമോസ്, മാഗി ഇതൊക്കെ കഴിച്ചിട്ടാണ് റൂഹിയുടെ വയറ്റിൽ ഇപ്പോൾ സ്വെല്ലിംഗ് വന്നത്. പിള്ളേരുടെ ഭക്ഷണകാര്യത്തിൽ ഇനി അങ്ങോട്ടേക്ക് നല്ല ശ്രദ്ധ വേണം കേട്ടോ. ഇതെല്ലാം കേട്ട് സോണിയുടെ കണ്ണു നിറഞ്ഞു പോകും. വിഷമിക്കണ്ട മോളെ, ഞാൻ ഇവിടെയില്ലേ. നിന്റെ അമ്മായിയമ്മയും ചേട്ടത്തിയും വരുന്നത് വരെ ഞാൻ പിള്ളേരെ നന്നായി നോക്കിക്കോളാം കേട്ടോ. അങ്ങനെ ചിറ്റമ്മ ലൈറ്റായിട്ടുള്ള ഫുഡ്, കഞ്ഞി, പയറ്, സേമിയ, റവ, വെജിറ്റബിൾ കറി, പരിപ്പ് കറി, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ട് നെയ്യിലുണ്ടാക്കിയ ലഡ്ഡു, അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് 2 പേരും ഓക്കെയായി. ഇതെല്ലാം കണ്ട് സോണിയയ്ക്ക് അവൾ ചെയ്ത തെറ്റ് മനസ്സിലായി. ഇതൊക്കെ തന്നെയായിരുന്നു അമ്മായിയമ്മയും ചേട്ടത്തിയും അവൾക്കും കൊടുത്തിരുന്നത്. പക്ഷെ പഴയകാലത്തെ ഭക്ഷണമാണെന്ന് പറഞ്ഞ് അവൾ ഒഴിവാക്കുമായിരുന്നു. ഇതുപോലത്തെ ഹെൽത്തി ഫുഡ് കഴിച്ച് പിള്ളേര് ആരോഗ്യത്തോടെ തിരിച്ചു വന്നു. ഈ മാറ്റങ്ങളൊക്കെ കണ്ട് ചേട്ടത്തിയമ്മയ്ക്കും അമ്മായിയമ്മയ്ക്കും സന്തോഷമായി. ബന്ധങ്ങളിൽ പുതുമയും പാരമ്പര്യവും ഒരുപോലെ ആസ്വദിക്കേണ്ടതാണ്. പരസ്പരം പഠിപ്പിക്കുന്ന ബന്ധമാണ് ഏറ്റവും രുചികരമായ ബന്ധമെന്നാണ്. Thanks for watching.